ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. മദർഹുഡ് ഫാമിലിയോട് സ്വാഗതം. ജോസ്മി ആട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 0 to 3 month ആയിട്ടുള്ള കുഞ്ഞുമക്കളുടെ ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് കരുതിയതല്ല കേട്ടോ. അപ്പം എന്നെ ഇത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചത് നമ്മുടെ ഈ ഒരു മദർഹുഡ് ഫാമിലിയിൽ തന്നെ കുറേ അമ്മമാരാണ്. അത് ഞാൻ കുഞ്ഞാവയുടെ ഓരോ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പം അവരെല്ലാവരും പറയുന്നുണ്ട്, ഈ കുഞ്ഞാവ് ഇത്ര പെട്ടെന്ന് കമന്നോ അല്ലെങ്കിൽ കുഞ്ഞാവയുടെ കഴുത്ത് ഇത്ര പെട്ടെന്ന് ഉറച്ചോ, ഞങ്ങളുടെ ഉറച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് എനിക്ക് മെസ്സേജുകളും കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. ഒരു 0 to 3 month ഒരു ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചും കൂടെ സംസാരിക്കണം എന്ന് അങ്ങനെ കരുതിക്കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ആ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും എങ്ങനെയായിരിക്കും, ഓരോ കുഞ്ഞുങ്ങൾ ഏതൊക്കെ സമയത്താണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ളത് ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പ് നമുക്ക് വീഡിയോ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിലൊപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇരുന്നത് എന്നുള്ളത്. അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാരൻസ് അല്ലെങ്കിൽ അമ്മമാരാണ് മക്കളെ കുറിച്ച് കുറച്ചധികം ടെൻഷൻ ആവുന്നതും അവർ കുറച്ച് ക്യൂരിയോസിറ്റി കൂടുതലാണ്. എൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കമ്പയറിങ് കൂടുതലാണ്. എൻ്റെ കുഞ്ഞത് ചെയ്തു, മറ്റേ കുഞ്ഞത് ചെയ്തില്ല, അല്ലെങ്കിൽ മറ്റേ കുഞ്ഞത് നേരത്തെ ചെയ്തു, എൻ്റെ കുഞ്ഞ് എന്തുകൊണ്ട് ലേറ്റായിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് നേരത്തെ ചെയ്തില്ല, മറ്റേ കുഞ്ഞ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ മൊത്തത്തിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തകളായിരിക്കും. നമ്മൾ കമ്പയർ ചെയ്ത് ഭയങ്കര കൂടുതലാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ എല്ലാവരോടും ആദ്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു കമ്പയറിങ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അത് നിങ്ങൾ ചെയ്യുകയേ ചെയ്യരുത്. കാരണം ഓരോ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് അവർ യുണീക്കാണ് അല്ലേ. ഇപ്പം എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഉണ്ടായ കുഞ്ഞല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനും ഉണ്ടായ കുഞ്ഞ്. നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതും ഓരോ വിധത്തിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നതും ചിലർ നേരത്തെ ആവും, ചിലർ കുറച്ച് ലേറ്റ് ആവും, പക്ഷെ അതവിടെ നടന്നിരിക്കും. അല്ലാതെ നമ്മൾ തിരക്കാക്കിയതുകൊണ്ട് കുഞ്ഞുങ്ങളത് ചെയ്യണമെന്നില്ല. അവർക്ക് തനിയേ തോന്നണം ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അവരുടെ ബോഡി ഓരോന്ന് ചെയ്യാൻ എപ്പോഴാണോ അവർക്ക് ഒരു എന്താ പറയുക, ഒരു അലാം കൊടുക്കുന്ന അല്ലെങ്കിൽ അവരോട് പറയുന്നത് അപ്പോഴേ അവരത് ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് ഇപ്പം മറ്റുള്ളവരെ അത് ചെയ്യുന്നു, ഒരേ പ്രായമുള്ള അടുത്ത വീട്ടിലെ ആ കൊച്ചു ചെയ്യുന്നു, എൻ്റെ കൊച്ചു ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത്. ഓരോ കുഞ്ഞുങ്ങളും ഡിഫറെൻ്റ് ആണ്. ദൈവം ഓരോരുത്തരെ സൃഷ്ടിച്ചിരിക്കുന്നത് വ്യത്യസ്തത്തിലാണെന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഓർക്കുക കേട്ടോ. അല്ലാണ്ട് അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവുകയും ചെയ്തു. കാരണം ഞാൻ വീഡിയോ ചെയ്യുമ്പം പലരും മെസ്സേജ് ചെയ്യുന്നൊരു കാര്യമാണ്, ചേച്ചി എൻ്റെ കുഞ്ഞിന്ന് ഇങ്ങനെ ചെയ്യുന്നില്ല, എൻ്റെ കുഞ്ഞ് അത് ചെയ്യുന്നില്ല, ചേച്ചിയുടെ കുഞ്ഞ് ചെയ്യുന്നല്ലോ, ചേച്ചി അതേ സമയത്തുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കും, എൻ്റെ കുഞ്ഞ് ചെയ്യുന്നത് ഒന്നാമത് അവൻ സെക്കൻഡ് ബേബിയാണ്. മൂത്ത കുട്ടീനെ സെക്കൻഡ് ബേബീസൊക്കെ കുറച്ച് നേരത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഡെവലപ്മെൻറ്റ്സ് പറയുന്ന കൂട്ടത്തിൽ തന്നെ ജോവാനും ജോഡിനും ഇതൊക്കെ എപ്പോഴാണ് ചെയ്തത് എന്നുള്ളതും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ കുഞ്ഞുങ്ങളും ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 3 months 0 to 3 months എന്ന് പറയുമ്പം അവരുടെ വിഷൻ അല്ലെങ്കിൽ ഹിയറിങ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാം. വിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരുടെ കാഴ്ചശക്തി എന്ന് പറയുമ്പോൾ അവർക്ക് കാണാൻ പറ്റും, പക്ഷേ അവർക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അവർ സ്പോട്ട് ചെയ്യുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലായി. കുഞ്ഞുമക്കൾ ഉറയും കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരിങ്ങനെ കണ്ണ് തുറന്ന് കിടക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ലൈറ്റ് ഉണക്കുമ്പോൾ പെട്ടെന്ന് കണ്ണ് ചീമും. അതായത് അവർക്ക് സംതിങ് അവരുടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ കണ്ണിലോട്ട്, പക്ഷേ അവർക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് സംഭവം എന്നുള്ളത്. അവർക്ക് കറക്റ്റ് ഇപ്പം ടോയ്സിൻ്റെ ഒക്കെ നല്ല കളർ കാണുമ്പം അവർ അതിലോട്ട് തന്നെ തറച്ച് നോക്കിയിരിക്കും, പക്ഷെ അവർക്ക് സംഭവം എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഈ ഒരു ഫസ്റ്റ് ഒരു 0 monthലും അല്ലെങ്കിൽ ഫസ്റ്റ് മന്തിലും സെക്കൻഡ് മന്തിലും ഒക്കെ ഇവർക്ക് കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാവത്തില്ല, പക്ഷേ എന്തോ അവിടെ ഉണ്ട് എന്ന് അവർക്കറിയാം. എന്നാൽ ഒരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവർ കറക്റ്റായിട്ട് ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവർ കറക്റ്റായിട്ട് സാധനങ്ങളെ നോക്കാനും എന്താ പറയുക, ഇന്ന സാധനത്തെ അവർ കറക്റ്റ് അതിനെ തന്നെ നോക്കി നിൽക്കാനും എന്നൊക്കെ അങ്ങനെയൊക്കെ കണ്ണിന് കുറച്ച് കാഴ്ചശക്തി വളരും തോറുമാണ് അവർക്ക് കാഴ്ചശക്തി അവർക്ക് കൂടുതൽ വരിക. അപ്പോൾ കണ്ണിൻ്റെ കാര്യത്തിൽ അങ്ങനെ, കാരണം പലരും പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞ് എന്നെ നോക്കുന്നില്ല, 2 month ആയി എൻ്റെ കുഞ്ഞ് നോക്കുന്നില്ല എന്നൊക്കെ, ഒരു പർട്ടിക്കുലർ തിങ് കാണിച്ചു കഴിഞ്ഞാൽ കുട്ടി അങ്ങോട്ടേക്ക് നോക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ നിങ്ങൾ ചിന്തിക്കണം, 3 മാസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യട്ടോ. ജനിച്ച പാടെ കുഞ്ഞ് നോക്കത്തില്ല. ഒരു 3 മാസമൊക്കെ ആയിട്ടും കുഞ്ഞ് നമ്മൾ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ സാധനം നോക്കുന്നില്ല എന്നൊക്കെയാണ്, നമ്മുടെ മുഖത്തോട്ട് നോക്കി നമ്മൾ വിളിക്കുമ്പോൾ നോക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജസ്റ്റ് ഒരു പീഡിയാട്രീഷനെ കൂടെ കാണിച്ചാൽ മതി. അല്ലാണ്ട് 3 മാസം വരെ നിങ്ങൾക്കൊരു ക്ഷമ ഉണ്ടാവണം അത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കുന്ന കാര്യത്തിൽ കേട്ടോ. പിന്നെ അവരുടെ കേൾവി ശക്തിയുടെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർ നമ്മുടെ വയറ്റിൽ കിടക്കുമ്പോഴേ അവർക്ക് കേൾവിശക്തിയുണ്ട്. ജനിക്കുന്നതിന് മുമ്പേ അവർക്കുണ്ട്. അപ്പോൾ നമുക്കറിയാം ജനിച്ച പാടെ അവർക്ക് ഹിയറിംഗ് ടെസ്റ്റൊക്കെ നടത്തും. അപ്പോൾ അത് സക്സസ് ആയി കഴിഞ്ഞാൽ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം ഹിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് നമ്മൾ പറയുന്നത് കേൾക്കാം. അവരെപ്പോഴും അവരുടെ കഴുത്ത് തിരിച്ച് നോക്കുന്നതും എല്ലാം ഈ ഒരു സൗണ്ട് കേട്ടിട്ടാണ്. ഇപ്പോൾ തല പൊക്കി നോക്കുന്നതും എല്ലാം നമുക്കറിയാം അവരുടെ സൗണ്ട് കേട്ടിട്ടാണ്. അവർക്ക് കേൾവിശക്തി ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കുണ്ട്. ആ ടെസ്റ്റ് നമുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ കേൾവിശക്തിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ജനിക്കുമ്പോൾ തൊട്ട് തന്നെ അവർക്ക് കേൾവി ഉണ്ട് നന്നായിട്ട്. പിന്നെ കുറച്ചധികം നമ്മുടെ സൗണ്ട് ഇതാരാണ് അല്ലെങ്കിൽ നമ്മുടെ അമ്മയാണ്
പപ്പയാണ് എന്നുള്ളത് അങ്ങനെ കറക്റ്റായിട്ട് ഒന്ന് അവർക്ക് സ്ട്രോങ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് വളർച്ചയ്ക്ക് അനുസരിച്ചിട്ടാണ് അത് ആവുക. പക്ഷേ അവർക്ക് ജനിക്കുന്ന പാടെ നമുക്ക് കേൾവിശക്തി അവർക്ക് ഉണ്ട്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൂടി വരുമെന്ന് മാത്രം. അപ്പോൾ ഞാനിവിടെ വിഷനും ഹിയറിങ്ങും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ വിഷൻ്റെയും ഹിയറിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ജോൻ്റെ കുഞ്ഞാവിടെയും കൂടി ഞാൻ അതോടൊപ്പം തന്നെ കമ്പയർ ചെയ്ത് ഞാൻ പറയാം കേട്ടോ. ജോൻ്റെ കാര്യത്തിൽ അവന് ഫസ്റ്റ് മന്തിലും സെക്കൻഡ് മന്തിലും ഒന്നും അവൻ ഞങ്ങളെ നോക്കുന്നേ ഉണ്ടായിരുന്നില്ല. ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കൂ എന്നല്ലാതെ അവൻ അതിനകത്തോട്ട് ഇങ്ങനെ കുറച്ചധികം നേരം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര സംശയമായിരുന്നു, ജോന് കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്, കാഴ്ചയില്ല എന്നുള്ള ലെവലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, കാഴ്ച കുറവാന്നൊക്കെയുള്ള ലെവലിൽ. പക്ഷേ കറക്റ്റ് 3 മാസം ആയപ്പോഴാണ് ഇവൻ നമ്മളൊരു സാധനം കാണിച്ചു കഴിഞ്ഞാൽ ഇവൻ അതിനടുത്തോട്ട് നോക്കാൻ തുടങ്ങിയതും ഇവൻ എൻ്റെ മുഖത്തോട്ട് കൂടി ഞാൻ വിളിക്കും, എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് അവൻ ചിരിക്കാൻ തുടങ്ങിയതൊക്കെ ആ ഒരു സമയത്ത് നോക്കാൻ തുടങ്ങിയതൊക്കെ. അപ്പം ജോൻ്റെ കാര്യത്തിൽ അതാണ്. പക്ഷെ കുഞ്ഞാവയുടെ കാര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനൊരു 1.5 മാസം കഴിയുമ്പോൾ തന്നെ ഇവൻ നമ്മളെ നോക്കിയിട്ട് നമ്മളെ തന്നെ നോക്കാൻ തുടങ്ങി. ഇവനൊരു നമ്മൾ ഫീഡ് ചെയ്തിട്ട് ബർപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ തോടെ ഇടുമ്പോൾ നിങ്ങൾ ഈ ബാക്കിലൊരു ഉണ്ടാക്കാനുള്ള ഡോളിനെ കാണുന്നുണ്ട്. അവൻ ആ ഡോളിനെ കാണുമ്പോഴത്തേക്കും അവൻ അതിനെ നോക്കിയിട്ട് കണ്ണൊക്കെ ഇങ്ങനെ മുഴിച്ച് അതിനൊരു പ്രത്യേക നോട്ടമായിരുന്നു അവൻ അതിനോട്. അപ്പം ഇവൻ അങ്ങനെയായിരുന്നു. കാരണം ഇവൻ നേരത്തെ സാധനങ്ങളെ കറക്റ്റായിട്ട് നോക്കാനും ഒക്കെ ഇവൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജോൻ്റെ കാര്യത്തിൽ അവൻ ഭയങ്കര ലേറ്റ് ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികൾ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ് എന്നുള്ളത്. ഇനി അവരുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൽ ഫസ്റ്റ് വരുന്നത് എന്താണ് ഞാൻ പറയുന്നത്, അവരുടെ കൈകൾ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം കൈകളെ ചുരുട്ടി പിടിച്ചിട്ടായിരിക്കും അവർ ആദ്യം ജനിച്ച സമയത്ത് ഉണ്ടാവുക. അതൊരു 10-15 ദിവസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്കും പതുക്കെ അവരിതിങ്ങനെ തുറന്നു പിടിക്കും. തുറക്കലും അടയ്ക്കലും ചെയ്യും. അതുപോലെ തന്നെ കൈ ആദ്യം വലിയ കാര്യത്തിലായിട്ട് അനക്കത്തൊന്നും ഉണ്ടാവത്തില്ല. കുറച്ച് ഒരു 1-2 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും കൈ ഇങ്ങനെ നന്നായിട്ട് ഒരു 8 ആഴ്ചയാണ് കുട്ടികളുടെ ഓരോ ഈ മൂവ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ 2 മാസം അപ്പോൾ കൈ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇടിക്കാൻ തുടങ്ങും, ഇങ്ങനെ അനക്കാൻ തുടങ്ങും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു 3 മാസം ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഇവർക്ക് അതുവരെ ഇവർ സാധനങ്ങളൊന്നും ഹോൾഡ് ചെയ്യാൻ ഇവർക്ക് പറ്റത്തില്ല. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നമ്മൾ കയ്യിൽ ഇതിന് കൊടുക്കുന്നവർക്ക് പിടിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു 3 മാസം ആകുമ്പോഴത്തേക്കും ഇവർ പതുക്കെ സാധനങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റും. കുറച്ചൊക്കെ അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, കുറച്ചൊക്കെ. പക്ഷേ കംപ്ലീറ്റ് എന്നല്ല, കുറച്ചൊക്കെ. എന്നാൽ ചില കുട്ടികൾക്ക് ഈ 3 മാസം പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ 4 മാസം 5 മാസം. അതൊക്കെ അവരുടെ ബോഡി ഡെവലപ്മെൻറ്റ്സിന് അവർക്ക് കുഴപ്പങ്ങളുള്ളതുകൊണ്ടൊന്നുമല്ല. ചില കുട്ടികൾ ലേറ്റ് ആയിരിക്കും, ചില കുട്ടികൾ നേരത്തെ ആയിരിക്കും. അത് ചിന്തിക്കുക. അതാണ് ഞാൻ പറയുന്നത്. ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പം കൈകളും കാലുകളും ഇട്ട് അടിക്കുന്നത് ജോൻ്റെ കാര്യത്തിലാണെങ്കിൽ അവൻ എല്ലാം ഒരു 3 മന്തൊക്കെ ആയി കഴിഞ്ഞ ശേഷമാണ് അവൻ ഈ കൈകാലിട്ട് അടിക്കലും എല്ലാം അവൻ കൈയൊക്കെ വന്നിട്ട് അടിക്കലും ഹോൾഡ് ചെയ്യലും ഒക്കെ അവൻ തുടങ്ങിയത്. ജോൻ ലേറ്റ് ആയിട്ടാണ്. പക്ഷേ കുഞ്ഞാവയുടെ കാര്യത്തിൽ കുഞ്ഞാവ എനിക്ക് തോന്നുന്നു ഒരു 2 മാസമൊക്കെ ആയപ്പോൾ 2 മാസം കഴിഞ്ഞപ്പം ഒരു 2.5 മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഇവൻ എന്ത് ചെയ്തു, കയ്യിൽ സംഭവം പതുക്കെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ ഇവൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ആ ഒരു കാര്യത്തിൽ ഡിഫറെൻ്റ് ആണ്. ഇനി കാലിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കറിയാം, കാലിങ്ങനെ അവരെപ്പോഴും നീണ്ടുവന്ന് കിടക്കുന്നു. അത് ഈ ഒരു 1-2 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അവർ പതുക്കെ അതുകൊണ്ട് ഇങ്ങനെ പുഷ് ചെയ്യാനും ചവിട്ടാനും 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലപോലെ നമുക്കിവിടെ ചവിട്ടാൻ പാകത്തിന് അവർ നന്നായിട്ട് നല്ല സ്ട്രോങ്ങിൽ ചവിട്ടാൻ പാകത്തിനും അവരാകും. ഇനി കഴുത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കഴുത്ത് ഉറയ്ക്കുന്നത് ഒരു 6 മന്ത് ആകുമ്പോഴത്തേക്കാണ് കുട്ടികളുടെ കഴുത്ത് കംപ്ലീറ്റ് ആയിട്ട് ഉറയ്ക്കുക. 6 മന്ത് ആകുമ്പോൾ എന്തായാലും ഉറച്ചിരിക്കും കേട്ടോ. എന്നാൽ ജനിക്കുന്ന പാടെ ചില കുട്ടികളുടെ കഴുത്ത് കുറേയൊക്കെ ഉറച്ച് വരുന്നവരും ഉണ്ട്, എന്നാൽ ഉറയ്ക്കാത്തവരുണ്ട്. 3 മന്ത് കൊണ്ട് ഉറയ്ക്കുന്നവരുമുണ്ട്. അതൊക്കെ ഓരോരുത്തരെ സംബന്ധിച്ചും ഡിഫറെൻ്റ് ആണ്. നോർമലി 6 മന്താണ് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് അവിടെ കഴുത്ത് ഉറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ജോൻ്റെ കാര്യത്തിലും ജോർഡിൻ്റെ കാര്യത്തിലും ഈ ഒരു കാര്യത്തിൽ രണ്ടുപേരും സെയിം ആയിരുന്നു. കാരണം അവർ ജനിച്ചപ്പോൾ തന്നെ കഴുത്ത് ഉറച്ചിട്ടാണ് അവർ വന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കഴുത്ത് ഉറയ്ക്കാൻ കുറേ അങ്ങോട്ട് ഉറയ്ക്കാനുണ്ടായിരുന്നു. കാരണം അവർ തന്നെ അവരുടെ കഴുത്തിനൊരു കൺട്രോൾ അവർക്ക് തല പൊക്കി നോക്കാനും തിരിഞ്ഞു നോക്കാനൊക്കെ അവർ കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ചില നോർമലി നമുക്കൊരു 6 മന്ത് വരെ സമയമുണ്ട് ഇവരുടെ കഴുത്ത് ഉറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി അടുത്ത ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൽ വരുന്ന കാര്യം എന്ന് വെച്ചാൽ അവർ കമലെന്ന് പറയുമ്പോൾ കുട്ടികൾ നോർമലി 3 മാസം ആകുമ്പോൾ കമലും എന്നാണ് പറയുന്നത്. 3 മാസം തൊട്ട് നമുക്കൊരു 6 മാസം വരെ നമുക്ക് കുട്ടികൾക്ക് നോർമലി അവർ കമലുന്ന ഒരു സമയമായിട്ടാണ് നമ്മൾ അവരെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ചില കുഞ്ഞുങ്ങൾ അതിനേക്കാളും മുമ്പേ കമലുന്നവരുണ്ട്, ചില കുഞ്ഞുങ്ങൾ 6 മാസം കഴിഞ്ഞും കമലുന്നവരുണ്ട്. ഇപ്പം ജോൻ്റെ കാര്യത്തിൽ ജോൻ കമന്നു തുടങ്ങിയത് 5.5 മാസം ആയപ്പോഴാണ്. 5.5 മാസം കഴിഞ്ഞപ്പോഴാണ് അവൻ 6 മാസം ആകാനായപ്പോഴാണ് അവൻ കമന്നത്. പക്ഷേ ജോർഡിനെ സംബന്ധിച്ച് അവൻ 2.5 മാസം ആയപ്പോഴത്തേക്ക് അവൻ കമന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് ഞാൻ എടുത്തെടുത്ത് ഞാൻ പറയുന്നത് നമ്മൾ വേറെ ഒരാളുമായിട്ട് കമ്പയർ ചെയ്യരുത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഈ എന്താ പറയുക, കമലുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ കുട്ടികൾ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരേ സമയത്ത് ചെയ്യണമെന്നില്ല, പലതും പല സമയത്താണ് ചെയ്യുന്നത്. പക്ഷേ നോർമലി 3 മാസം തൊട്ട് 6 മാസത്തിനുള്ളിൽ അവർ കമലും എന്നാണ് പറയുന്നത്.
പറയുന്നത്. പക്ഷേ ചിലർക്ക് അത് ലേറ്റ് ആവാം, ചിലർക്ക് കുറച്ചും കൂടെ നേരത്തെ ആവാം. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി അവരുടെ സോഷ്യൽ ആൻഡ് നമ്മൾ ഇമോഷണൽ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. സോഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ പറയുന്നത് അവരുടെ ചിരി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർ നമ്മളെ നോക്കി ചിരിക്കാൻ വേണ്ടി തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾ നമ്മളെ നോക്കി എന്തായാലും ചിരിക്കണമെങ്കിൽ ഒരു 3 മാസം സമയം കൊണ്ട് അവർ നമുക്ക് ചിരിക്കും എന്നാണ് പറയുന്നത്. ഫസ്റ്റ് മന്ത് നമ്മൾ നോക്കി ചിരിക്കത്തില്ല. ഫസ്റ്റ് മന്തൊക്കെ അവർ ജനിച്ച പാടെയൊക്കെ അവർ സ്വപ്നത്തിൽ കിടന്ന് അവർ ചിരിക്കത്തേ ഉള്ളൂ, നമ്മളെ നോക്കി അവർ ചിരിക്കത്തില്ല. എന്നാൽ ചില കുട്ടികൾ ഈ ജനിച്ച പാടെ ചിരിക്കും, നമ്മൾ എന്തെങ്കിലും സംസാരം കേട്ട് ചിരിക്കുന്നവരുണ്ട്. എന്നാൽ 2 മാസം ആകുമ്പോൾ ചിരിക്കുന്നവരുണ്ട്, എന്നാൽ 3 മാസം ആകുമ്പോൾ ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ നോർമലി പറയുന്നത് ഒരു 3 മാസം കൊണ്ട് ഇവർ നമ്മളെ നോക്കി ചിരിക്കാൻ തുടങ്ങും എന്നുള്ളത് അത് കറക്റ്റാണ്. ഒരു 3-4 മാക്സിമം 4 മാസം അതിനുള്ളിൽ ഇവർ നമ്മൾ വർത്തമാനം പറയുമ്പോഴോ നമ്മൾ കളിപ്പിക്കുമ്പോഴോ നമ്മൾ നോക്കി ഇവർ ചിരിച്ചു തുടങ്ങും. ഓക്കെ, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ അതിലും ഡിലേ ആവുകയാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൊണ്ടിട്ട് നിങ്ങളുടെ കുഞ്ഞിനെ കാണിക്കണം എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ ഇപ്പം ജോാൻ്റെയും കുഞ്ഞാവിടെയും കാര്യത്തിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ജോൻ ഒരു 3 മാസം ആയപ്പോഴാണ് അവൻ ഞങ്ങളെ നോക്കി ചിരിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ജോർഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ജോർഡിന് ഒരു 2-2.5 മാസം 2 മാസമൊക്കെ ആയപ്പോൾ തന്നെ 1.5 മാസം 2 മാസം ആ ഒരു സമയത്തൊക്കെ ആയപ്പോൾ തന്നെ ഇവൻ ചിരിക്കാൻ തുടങ്ങി. ചെറുതായിട്ട് നമ്മളൊക്കെ ചിരിക്കാൻ തുടങ്ങി. അതുവരെ അവൻ സ്വപ്നത്തിൽ കിടന്ന് ചിരിക്കും, ഇഷ്ടംപോലെ ചിരിക്കുമായിരുന്നു. പക്ഷെ അല്ല, നമ്മൾ പറയുമ്പം നമ്മൾ നോക്കിയൊന്ന് ചിരിക്കാനും ഒക്കെ തുടങ്ങിയത് ഒരു 2 മാസം ഒക്കെ ആയപ്പോഴാണ്. കറക്റ്റ് 2-2.25 മാസമൊക്കെ ആയപ്പോഴത്തേക്കാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേർ തമ്മിൽ ഡിഫറൻ്റ് ആണ് ചെയ്യുന്നത്. ജോൻ 3 മാസം ആയപ്പോഴത്തോടാണ് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഒരു 3 മാസം ആകുമ്പോൾ നിങ്ങൾക്ക് അവരുടെ ചിരിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ കുഞ്ഞുങ്ങൾ സംസാരിക്കും. അവരുടെ കുട്ടികളുടെ ഭാഷയുണ്ടല്ലോ, ആ ഒരു സംസാരം വെച്ച് നമ്മളിപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നത് ഒരു 3 മാസം അല്ലെങ്കിൽ 2.5 മാസമൊക്കെ ആകുമ്പോൾ തൊട്ട് കുട്ടികൾ നോർമലി 3 മാസമൊക്കെയാണ് സംസാരം ആ ഒരു സമയത്തും തുടങ്ങുന്നത്. അപ്പോൾ ചിലരിങ്ങനെ പറയുന്നതാണ്, എൻ്റെ കുഞ്ഞ് ഞാൻ സംസാരിക്കുമ്പോൾ ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല, മിണ്ടാണ്ട് കിടക്കുക നോക്കും. നിങ്ങളൊരു 3 മാസം വരെ സമയം കൊടുക്കുക. പിന്നെ മാത്രമല്ല, നമ്മൾ നന്നായി കളിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എത്രത്തോളം കുട്ടിയുമായിട്ട് ഇടപഴകുന്നോ അതനുസരിച്ച് കുട്ടി തിരിച്ച് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. നമ്മൾ നന്നായി കളിപ്പിച്ചാൽ കുട്ടികൾ വേഗം കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങും. നമ്മൾ കുഞ്ഞല്ലേ അവിടെ കിടക്കട്ടെ ഒന്നും പറയേണ്ട ലെവൽ ഇടുവാണെന്നുണ്ടെങ്കിൽ അവരും അതുപോലെ തന്നെ കിടക്കത്തേ ഉള്ളൂ. നമ്മൾ എത്രത്തോളം സമയം കുഞ്ഞിന് വേണ്ടി ചെലവഴിക്കുന്നു അത്രയും നല്ലത്, കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് അത്രയും വേഗം തന്നെ സഹായിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഈ സംസാരം എന്ന് പറയുന്നത് ഫസ്റ്റ് ഒന്നും അവരിങ്ങനെ ഒച്ചയും ബഹളവും ഒന്നും അവരെടുക്കത്തൊന്നുമില്ല, കരച്ചിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഈ കുഞ്ഞുങ്ങൾ എന്താവും, നമ്മൾ സംസാരിക്കാൻ അനുസരിച്ച് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നതനുസരിച്ച് നമ്മളോട് റെസ്പോണ്ട് ചെയ്തും തുടങ്ങും. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ പറയുന്നത് അവരുടെ സ്ലീപ്പിങ്ങും ഫീഡിങ്ങും അത് എങ്ങനെയായിരിക്കും, ആ പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ജനിക്കുന്ന പാടെ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടുതൽ സമയത്തും കിടന്ന് ഉറങ്ങത്തേ ഉള്ളൂ. ഉറക്കത്തിൻ്റെ കാര്യം പറയുന്നത് ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ തൊട്ട് ഒരു 20 മണിക്കൂർ വരത്തേക്ക് ഒരു ദിവസം അവർ കടന്ന് കൂടുതലും അവർ ഉറക്കുന്നിരിക്കും. ചില കുട്ടികൾ മാത്രമേ റയറായിട്ട് തീരെ ഉറങ്ങാത്ത മക്കളുണ്ടാവില്ല. അതേപോലെ ഇപ്പോൾ ഗ്യാസിൻ്റെ ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. പക്ഷേ അല്ലെങ്കിൽ കോമൺ ആയിട്ട് കുഞ്ഞുങ്ങൾ ഒരു 20 മണിക്കൂർ വരെ കുഞ്ഞുങ്ങൾക്ക് നോർമലി കിടന്നുറങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ അവർ ഫീഡിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ പലരും ചോദിക്കുന്നുണ്ട് ഫീഡിങ് എത്ര സമയം കൂടി കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു എവറി 2 അല്ലെങ്കിൽ 3 അവേഴ്സ് കൂടുമ്പോൾ നമ്മൾ കുഞ്ഞിന് ഫീഡ് ചെയ്യണമെന്നാണ് നോർമലി പറയാറ്. പക്ഷേ അവർ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ കൊടുക്കുകയും വേണം. ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു 1.5 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ യൂറിനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും വിശക്കും, അല്ലെങ്കിൽ മോശം പാസ് ചെയ്താൽ അവർക്ക് വിശക്കും. അപ്പോൾ അവർക്ക് കരയുവാണ്, വിശക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഈ ഒരു 3 അവർ അല്ലെങ്കിൽ 4 അവർ എന്നുള്ളത് നോർമലി പറയുന്നതാണ്. പക്ഷേ അവർക്ക് അവരുടെ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് 1.5 മണിക്കൂർ കൂടുമ്പോഴോ ചില കുട്ടികൾക്ക് 1 മണിക്കൂർ കൂടുമ്പോൾ വേണ്ടി വരും. അമ്മമാർക്ക് പാല് കുറവാണെങ്കിൽ അവർക്ക് കറക്റ്റ് നിറഞ്ഞിട്ടില്ല എന്നുള്ള അവർ പെട്ടെന്ന് അവർ ചോദിക്കും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഫീഡിംഗ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവരുടെ ഫീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ രാത്രിയിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അവർ ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു വയസ്സൊക്കെ 8 മാസം 1 വയസ്സൊക്കെ ആവണം അവരെ ആ ഒരു ഫീഡിങ്ങിൻ്റെ ആ ഒരു എവരി 2 അവർ എന്നൊക്കെയുള്ളതൊന്ന് കുറഞ്ഞൊന്ന് വരണമെന്നുണ്ടെങ്കിൽ. പക്ഷെ അതുവരെ നമുക്ക് ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് രാത്രി നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് ഫീഡിങ് നമുക്ക് പ്രതീക്ഷിക്കാം. പകൽ സമയത്താണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു 2 അവർ 3 അവറിനുള്ളിൽ കൂടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. പക്ഷേ ഒന്നുകൂടെ എടുത്ത് പറയുന്നു അവർ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കുകയും ചെയ്തിരിക്കണം. പിന്നെ ഉറക്കത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു 12-20 മണിക്കൂറൊക്കെ കുഞ്ഞുങ്ങൾ ഒരു ദിവസം എത്രത്തോളം ഉറങ്ങുന്നോ അത്രത്തോളം വളരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളുടെ 0 to 3 മന്ത് വരെയുള്ള കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നുണ്ട്. കാരണം ഈ ഒരു സമയത്താണ് മാതാപിതാക്കൾ കൂടുതലും ടെൻഷൻ കുഞ്ഞിൻ്റെ കഴുത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കാഴ്ചയെ പറ്റി, കുഞ്ഞ് ചിരിക്കാത്തതിനെ പറ്റിയിട്ട്, കുഞ്ഞിൻ്റെ കമലത്തിനെ പറ്റി, ഇതൊക്കെയാണ് മെയിനായിട്ട് പാരൻസിൻ്റെ സംശയം വരുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് തീർന്നു എന്ന് കരുതുന്നു. ഇനി നിങ്ങൾ ആരും നമ്മുടെ കുഞ്ഞുങ്ങളെ വേറൊരു കുഞ്ഞുമായിട്ട് കമ്പയർ ചെയ്ത് ടെൻഷൻ അടിക്കാൻ നിൽക്കരുത്. അവർ വളരട്ടെ, അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ വളരട്ടെ. നമ്മൾ സമയം കൊടുക്കുക, അവരുടെ ബോഡി പറയുന്നതനുസരിച്ച് അവരങ്ങ് വളർന്നോളും. അതുകൊണ്ട് തന്നെ നിങ്ങളാരും അതിനെക്കുറിച്ച് ഓർത്ത് വറിയിടാവാൻ നിൽക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എല്ലാം ഞാൻ എടുത്ത് പറയുന്നില്ല. കാരണം നമുക്ക് അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.